ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിനിധി എന്ന നിലയിലാണ് റെനി സെബാസ്റ്റ്യനെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചതെന്ന മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വീണ വിജയന് മാസപ്പടി നൽകുന്നുവെന്ന ആരോപണമുയർന്ന സാന്റാ മോണിക്ക എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് റെനി. സാന്റാ മോണിക്ക കമ്പനിക്കെതിരെ കെ സുരേന്ദ്രനും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട സ്ഥാപനത്തിന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചതിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. കുസാറ്റിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ് റെനി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിനിധി എന്ന നിലയിലാണ് നിയമനം നടത്തിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ ഒഴിവുണ്ടായിരുന്ന 2 സിൻഡിക്കേറ്റ് പദവികളിലേക്ക് നിയമനം നടത്തിയത്. റെനി സെബാസ്റ്റ്യനെ കൂടാതെ SFI സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയെയും റെനി സെബാസ്റ്റ്യനെയുമാണ് നിയമിച്ചത്. സ്വജനപക്ഷപാതം, ബന്ധുനിയമന വിവാദമടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെ ഉയർത്തിക്കൊണ്ട് പലപ്പോഴായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സർക്കാരിനും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ വേണ്ടപ്പെട്ടവരെ അധികാര ശ്രേണികളിൽ തിരികെ കയറ്റുന്നു എന്ന ആക്ഷേപവുമായാണ് പലപ്പോഴും പ്രതിപക്ഷം രംഗത്ത് വന്നത്. ഇപ്പോൾ പുതിയ വിഷയങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിലും മറുപടി പറയേണ്ടി വരും. ഏതായാലും ചോദ്യങ്ങൾ നിരവധിയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ നിയമനത്തിൽ പരാതിയുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കൂടി രംഗത്തെത്തിയതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തിറങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സിൻഡിക്കേറ്റിൽ നിന്ന് ഡോക്ടർ KP പ്രേംകുമാർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഡോക്ടർ റെനി സെബാസ്റ്റ്യനെ നിയമിച്ചത്. ഈ നിയമനത്തിനെതിരെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നതും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ വിദ്യാഭ്യാസ ഏജൻസി സാന്റാ മോണിക്ക എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഈ വിഷയത്തിൽ അതിശക്ത ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. വരും ദിവസങ്ങളിലും BJP ഈ വിഷയം ഉന്നയിക്കുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. കുസാറ്റ് സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ് റെനി സെബാസ്റ്റ്യൻ എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലേക്ക് 2 പേരെ നാമനിർദ്ദേശം ചെയ്തത്. ഏതായാലും പുതിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ആക്ഷേപം.